ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം ആലപ്പുഴയിലേക്കാണ്. ഈ വീഡിയോയുടെ പ്രത്യേകത, ഇത് ഞാൻ എടുത്തു വെച്ചിട്ട് ഒരു വർഷമായി. ഇപ്പോഴാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഓണം വെക്കേഷനൊക്കെ വരുമല്ലേ, അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഇതൊരു ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കും. ഫാമിലി ആയിട്ടൊക്കെ ഒരു ദിവസം നമുക്ക് കറങ്ങിയടിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ബോട്ട് യാത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതും കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ജലഗതാഗത വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള സി കുട്ടനാട് എന്ന് പറയുന്ന ഒരു ബോട്ട് യാത്രയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഞങ്ങൾ ട്രെയിനാണ് പോയത്. KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള മാതാ ബോട്ട് ജെട്ടിയിലാണ് നമ്മുടെ ഈ യാത്ര ആരംഭിക്കുന്നത് കേട്ടോ. പിന്നെ KSRTC സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും അടുത്താണ്. റെയിൽവേ സ്റ്റേഷനിൽ ജസ്റ്റ് ഒരു 1.5 കിലോമീറ്റർ അങ്ങനെ ആണ് മാതാ ബോട്ട് ജെട്ടിയിലുള്ളത്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഈ ബോട്ട് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ടൈമിങ് ആദ്യം ഒരു 3 മണിക്കൂർ യാത്രയായിരുന്നെങ്കിൽ നമ്മൾ പോയപ്പോൾ ഇതൊരു 5 മണിക്കൂറിൻ്റെ യാത്രയായിരുന്നു. ടൈമിങ് വരുന്നത് 11:30 തൊട്ട് 4 മണി വരെയാണ്. അതിൽ ലഞ്ച് അടക്കമുണ്ട്. ഇതിന് അപ്പർ ഡെക്കും അതുപോലെ ലോവർ ഡെക്കും ഉണ്ട്. നമ്മളെടുത്തത് അപ്പർ ഡെക്കാണ്. താഴെ വരുന്നത് 400 രൂപയും മുകളിൽ ഒരാൾക്ക് 500 രൂപയാണ് വരുന്നത്. വിത്തൗട്ട് ഫുഡിൻ്റെ റേറ്റാണ് പറഞ്ഞത്. ഫുഡ് ഒരാൾക്ക് 100 രൂപയാണ്. കരിമീനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 120 രൂപയാവും ഒരാൾക്ക് ഊണിന്. നമ്മളിത് നേരത്തെ ബുക്ക് ചെയ്ത് വരുവാണ് കേട്ടോ നല്ലത്. ഞാൻ നമ്പർ എന്തായാലും സ്ക്രീനിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. നമ്മൾ വിളിച്ചിട്ട് പേരും സ്ഥലവും പറഞ്ഞാൽ മതി. അവരവിടെ അത് നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ ബോട്ട് യാത്രയ്ക്ക് ചെല്ലുന്ന അന്നാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ക്യാഷ് പേയ്മെൻ്റ് ആണ് കൂടുതൽ അവർ എടുക്കാൻ തോന്നുന്നത്. നമ്മൾ പോയപ്പോൾ ഗൂഗിൾ പേ ഒന്നും ഉണ്ടായിരുന്നില്ല. ക്യാഷ് കൊണ്ടുപോകായിരിക്കും നല്ലത്. ഈ യാത്രയിൽ ആദ്യം നമ്മൾ പോകുന്നത് പുന്നമടക്കായലാണ്. പുന്നമടക്കായൽ എല്ലാവർക്കും അറിയാം, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന സ്ഥലമാണ് പുന്നമടക്കായൽ. പിന്നീട് നമ്മൾ പോകുന്നത് ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാതിരാമണൽ ദ്വീപിലേക്കും പോവും. പാതിരാമണൽ ദ്വീപിൻ്റെ ഒരു വീഡിയോ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രസമുള്ളൊരു ദ്വീപാണത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടിയും പറയാം. അവിടെ ഒരു അരമണിക്കൂറാണ് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് അവർ തരിക. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാരാണ് ഇതിൽ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് തരുന്നത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. നമുക്ക് ബോട്ടിലൊക്കെ ഇങ്ങനെ കായൽ കാറ്റൊക്കെ കൊണ്ട് ഫുഡ് കഴിക്കാനൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമിലിക്കായിട്ട് ഒരു ഗ്രൂപ്പ്, ഒരു ഗ്യാങ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോൾ അടിപൊളിയായിരിക്കും. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത്. അപ്പോൾ നന്നായി എൻജോയ് ചെയ്തു. ബോട്ടിലുള്ളവരൊക്കെ നല്ല വൈബൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു യാത്ര എനിക്ക് തോന്നുന്നു നല്ലൊരു അനുഭവമായിരിക്കും. പിന്നെ ഞങ്ങൾ പോയത് തൃശ്ശൂർ ഭാഗത്തു നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രെയിനിൽ പോയിട്ട് നേരെ ആലപ്പുഴ ചെന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്ത് മാതാ ബോട്ട് ജെട്ടിയുടെ അവിടേക്ക് എത്തി. അപ്പോൾ ട്രാവലിംഗ് നമുക്ക് വലിയ പ്രശ്നമില്ല. റിട്ടേൺ പോകുമ്പോഴും ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. ട്രെയിൻ തന്നെയാണ് റിട്ടേൺ പോയത്. നമുക്ക് ഇടനേരത്ത് ചായ, കാപ്പി, അതുപോലെ ഐസ്ക്രീമോ സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും ഈ ബോട്ടിലുണ്ട്. ഇത് കുടുംബശ്രീ ചേച്ചിമാരാണ് കേട്ടോ നടത്തുന്നത്. നമ്മളങ്ങനെ പുന്നമടക്കായൽ കടന്ന് വേമ്പനാട്ട് കായലിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഭാഗത്താണ് നമ്മുടെ പാതിരാമണൽ ദ്വീപുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ഇനി പോകുന്നത്. അവിടെ ഒരു ബോട്ട് കാണുന്നില്ലേ, ആ ബോട്ടും ഇതുപോലൊരു സർവീസ് തന്നെയാണ്. ബോട്ട് സർവീസ് വെഗ ബോട്ട് സർവീസാണ്. അത് AC ആണ് കേട്ടോ, AC ബോട്ടാണത്. സി കുട്ടനാട് പോലെ വേറൊരു പാക്കേജാണ് വെഗ ബോട്ട് സർവീസ്. അതും കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ജലഗതാഗത വകുപ്പിൻ്റെ തന്നെയാണ് കേട്ടോ.
പാതിരാമണൽ ദ്വീപിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ബോട്ടിലെ ചേട്ടന്മാർ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിരുന്നു. ഈ ദ്വീപിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് വേറെ വഴികളുണ്ട്, മറുപാതങ്ങളുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ആ വഴിക്കൊന്നും നിങ്ങൾ ആരും പോകരുത്. അവിടെ തെറ്റിപ്പോയതിന് വഴി കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ, കുറേ വഴികളുണ്ട് അങ്ങനെ. അപ്പം നേരെ നമുക്ക് ഉള്ള വഴി കൂടെ പോയാൽ മതി എന്നൊക്കെ അവർ ഇൻസ്ട്രക്ഷൻസ് തന്നിരുന്നു. പിന്നെ അരമണിക്കൂറാണ് നമുക്ക് ഈ ദ്വീപിൽ ചിലവഴിക്കാനായിട്ട് പറ്റുക. അവിടെ തന്നെ ഒരു ചെറിയ പാർക്ക്, കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്ക് സെറ്റപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന പോലെ ഒരു കടയുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് ഊഞ്ഞാൽ, പിന്നെ ഫ്ലോറ ഫോണകളുടെ ഒരു ആവാസ വ്യവസ്ഥയാണ്, ഫ്ലോറ ഫോണ ആവാസ വ്യവസ്ഥയാണ് ഈ ദ്വീപിൽ കാണാൻ പറ്റുക. ഈ ദ്വീപിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മണലും ചെളിയും കലർന്ന ഒരു പരന്ന പ്രദേശമാണ് ഈ ദ്വീപ്. നിറയെ ഉൾവഴികളുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ പോലെ കുറേ ഇടവഴികളൊക്കെ ഉണ്ടാവും. അത് വഴിതെറ്റി പോകാൻ സാധ്യതയുണ്ട് നമുക്ക്. ജൈവ വൈവിധ്യ സമ്പന്നമായൊരു ദ്വീപാണ് പാതിരാമണൽ. ഇവിടെ കായൽക്കണ്ടൽ, കരക്കണ്ടൽ, പിന്നെന്താ കൊമ്മട്ടി, ചക്കരക്കണ്ടൽ തുടങ്ങിയ കണ്ടൽ ചെടികളുടെയും മറ്റ് സസ്യങ്ങളുടെയും ആവാസ വ്യവസ്ഥയാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പിന്നെ വിവിധ ഇനം മത്സ്യങ്ങൾ, കക്കകൾ, ചെമ്മീനുകൾ തുടങ്ങിയ പല ജലാശയ ജീവികളുടെയും പ്രജനന കേന്ദ്രം കൂടിയാണ് വേമ്പനാട്ടുകായലും അതുപോലെ ഈ ദ്വീപും. കൂടാതെ കുറേ സ്ഥിരവാസികളും ദേശാടനക്കാരുമായ കുറേ പക്ഷികളും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ദ്വീപിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. അരമണിക്കൂർ സമയവും കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഇനി ബോട്ടിൽ കയറാൻ പോവാണ്. ബോട്ടിൽ കയറിയിട്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കലാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഫുഡിന്റെ കാര്യം പറയുവാണെങ്കിൽ നല്ല അടിപൊളി ഫുഡായിരുന്നു. ചോറുണ്ടായിരുന്നു, പിന്നെ മീൻകറി, തോരൻ, പിന്നെ ഒരു ബീട്രൂട്ട് പച്ചടി, പിന്നെ അവിയല്, അച്ചാറ്, അതുപോലെ കരിമീൻ വറുത്തത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ ചോദിക്കും നിങ്ങൾക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഈ കരിമീൻ വറുത്തതും കൂടി വേണമെന്ന്. അങ്ങനെ നമ്പർ എടുത്തിട്ടാണ് അവരത് നമുക്ക്
തരുന്നത്. അപ്പോൾ അത് ആദ്യം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി പറയണം, എന്നാലാണ് മീൻ വറുത്തത് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് കഴിച്ച് കായൽ കാഴ്ചകളൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ ബോട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് കുമരകത്തിന്റെ കാഴ്ചകളിലൂടെയാണ് കേട്ടോ. കുമരകത്തിന്റെ തീരങ്ങളിലൂടെ കാഴ്ച കണ്ട് കുട്ടനാടിന്റെ മറ്റൊരു സ്ഥലമാണ് ആർ ബ്ലോക്ക്, അതുപോലെ ചിത്തിര മാർത്താണ്ഡം കായല്, അങ്ങനെ 2-3 സ്ഥലങ്ങളിലൂടെ കറങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത്. ആലപ്പുഴയിലെ ആദ്യത്തെ ബോട്ട് യാത്രയാണിത്. അതും ഈ സീ കുട്ടനാട് പാക്കേജ് എനിക്ക് വർത്തായിട്ടാണ് തോന്നിയത്. നിങ്ങൾ ആരെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്കൊന്ന് ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് ഞാൻ പറയും. നമുക്ക് ഇത്രയും സ്ഥലങ്ങളും കണ്ടുവരാം, അതുപോലെ ബോട്ടിൽ ഇരുന്നിട്ട് കായൽ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കാം, പിന്നെ നന്നായി എൻജോയ് ചെയ്യാം. കുമരകത്തിന്റെ തീരപ്രദേശങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇത് അവസാനം ചെന്നെത്ത പമ്പയാറിന്റെ കൈവഴിയായ കുട്ടനാട്ടിലാണ് കേട്ടോ. ബോട്ടിലാണെങ്കിൽ അത്യാവശ്യം നല്ല തകൃതിയായിട്ട് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ നല്ലൊരു വൈബിലായിരുന്നു. പമ്പയാറിന്റെ കൈവഴിയായ കുട്ടനാട്ടിൽ എത്തിച്ചേർന്ന് പിന്നെ നമ്മൾ തിരികെ 4 മണിക്ക് നമ്മുടെ ബോട്ട് യാത്ര തുടങ്ങിയ സ്ഥലത്ത് എത്തിച്ചേരും. അപ്പോൾ അങ്ങനെ എത്തിച്ചേരാറായിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് കാണുന്നതാണ്, നിറയെ ഹൗസ് ബോട്ട് ഉണ്ടായിരുന്നു. ഇത്രയധികം ഹൗസ് ബോട്ടുകൾ കാണുന്നത് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരുമിച്ച്. ഇപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ ഹൗസ് ബോട്ടിലൊക്കെ പോകണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ ഇത് നമുക്ക് വർത്തായിട്ട് തോന്നി, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കുറേ അറിയാത്ത ആൾക്കാർ, അതുപോലെ നമ്മളിങ്ങനെ വൈപ്പടിച്ച് പോകാനൊക്കെ നല്ല രസമല്ലേ. അപ്പോൾ എല്ലാവരും ഇത് മിസ് ചെയ്യരുതെന്നേ പറയുള്ളൂ. അത്യാവശ്യം റീസണബിളും ആണ്, നമുക്ക് ഇത്രയും സ്ഥലങ്ങൾ കവർ ചെയ്യാം. എത്ര ഹൗസ് ബോട്ടാണെന്ന് നോക്കിക്കേ. ഞങ്ങള് അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ വരിയായിട്ട് മാല പോലെ ഇങ്ങനെ കുറെ ഹൗസ് ബോട്ടുകൾ കണ്ടു കേട്ടോ. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു കുറെ ഹൗസ് ബോട്ടുകൾ നിരന്ന് നിൽക്കുന്ന ഒരു സ്ഥലം. നമ്മളിപ്പോ ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതേപോലെ കൈവഴികളൊക്കെ ഉണ്ട് കേട്ടോ. കുറെ വീടുകളൊക്കെ കണ്ടില്ലേ. അപ്പൊ അവിടേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇതേപോലെ വഞ്ചിയിലൊക്കെ പോകുന്നവരായിരിക്കും അല്ലേ. നമ്മൾ യാത്ര തുടങ്ങിയടുത്ത് തന്നെയാണ് നമ്മൾ തിരിച്ച് എത്തുന്നതും. അപ്പൊ അവിടെ നിന്ന് തന്നെ നമുക്ക് KSRTC സ്റ്റാൻഡിൽ പോയി ബസ്സും കയറാം, അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ പോയ ട്രെയിനും കിട്ടും. സീ കുട്ടനാടിന്റെ ബോട്ട് യാത്ര എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു.
ഓണം വെക്കേഷനൊക്കെ വരുവാണ്. അപ്പോൾ ഫാമിലി ആയിട്ടോ അതുപോലെ ഫ്രണ്ട്സ് ആയിട്ടോ ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ബോട്ട് യാത്രയും കൂടിയാണിത്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. ബൈ ഫ്രം കൃപ വ്ളോഗ്സ്.